ഇത് 295 അത്രയുള്ളത്. ഇത് 295 അല്ലേ? ഓക്കെ, വൗ, അടിപൊളിയല്ലേ? ഇതൊക്കെ ഒരു 495 റേഞ്ചിലാണോ വരുന്നത്? ഇല്ല, ഇതില്ല 295. ഒരു ലേഡീസിന്റെ ഒരു ബിസിനസ് തുടങ്ങുന്ന ഒരാൾക്കും നല്ലൊരു ഉപകാരം തന്നെയാണ്. 10,000 പർച്ചേസ് ചെയ്താൽ മതി. ഹലോ, നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീഡിയോ മൈസൂരിലാണ്. മൈസൂരിലെ ഒരു സർപ്ലസ് സെന്ററിന്റെ ഉള്ളിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇവരുടെ അടുത്ത് ജെന്റ്സ് ഉണ്ട്, കിഡ്സ് ഉണ്ട്, ലേഡീസ് ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. നമുക്ക് ഇവരോട് ഓരോന്നായിട്ട് പരിചയപ്പെട്ട് ഇത് ഹോൾസെയിൽ ആണ്, പക്ഷെ എന്നാൽ എത്രത്തോളം എടുക്കാൻ പറ്റും, എത്ര പീസ് എടുക്കണം എന്നൊക്കെ ചോദിച്ചു നോക്കാം. എന്താണ് പേര്? എന്റെ പേര് ആസിഫ്. മുഹമ്മദ് നൗഫൽ. അപ്പം ഇവരതാണ് ഈ ഒരു സർപ്ലസ് സെന്റർ. അപ്പം ജെന്റ്സിന്റെ എന്തൊക്കെയാണ്? അപ്പൊ നമ്മൾ ജെന്റ്സിന്റെ ഒരു ഗോഡൌണിന്റെ റൂമിന്റെ ഉള്ളിലേക്കാണ് കയറിയിട്ടുള്ളത്. അടുത്ത വേറെ റൂമിൽ കിഡ്സ് ഉണ്ട്, വേറെ റൂമിൽ ലേഡീസ് ഉണ്ട്. അങ്ങനെ ഓരോരോ പാർട്ടാക്കിട്ട് വെച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ്? ജീൻസ് കാണുന്നുണ്ട്. ജെന്റ്സിന്റെ ഇപ്പൊ ജീൻസ് പാന്റ് ഉണ്ട്, പിന്നെ ജീൻസ് ഷോർട്സ് ഉണ്ട്, പിന്നെ ടീഷർട്സ് ഉണ്ട്, പോളോ ടീഷർട്സ് ഉണ്ട്. പിന്നെ സിംബോൾ എന്ന് പറഞ്ഞ ബ്രാൻഡ് അല്ലേ? സിംബോൾ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഇവരുടെ കയ്യിലുള്ള ജീൻസ്. ഇപ്പം ഇതെങ്ങനെ മാറി എല്ലാ ബ്രാൻഡും ഐറ്റം ഉണ്ട്. മീൻസ് ഇപ്പൊ സിംബൽ, ലിവൈസിന്റെ, ബെഫലോ, അങ്ങനത്തെ മാറി എല്ലാ ബ്രാൻഡും ഞങ്ങൾക്ക് കിട്ടിയുണ്ട്. ഇപ്പൊ നമ്മൾക്ക് കളക്ഷൻ ആൾറെഡി, ഇപ്പൊ സിംബലിന്റെ കളക്ഷൻ ആൾറെഡി ഉണ്ട്. ഇപ്പൊ അങ്ങനെ നിങ്ങൾ പറഞ്ഞ അതിന് മാറിയോണ്ട് വന്നോണ്ടിരിക്കും. വൈറ്റ് ജീൻസ് ഒക്കെ കണ്ട കാലം മറന്നു. അപ്പം വൈറ്റിലുള്ള ജീൻസ് ഒക്കെ ഉണ്ട് ഇവരെ കയ്യിൽ. പിന്നെ കസ്റ്റമർക്ക് അത്ര ഗ്യാരണ്ടി കൊടുക്കാം, കളേഴ്സ് എല്ലാം 100%. സിംബോൾ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ഇവരെ കയ്യിലുള്ളത്. ഇതിന്റെ ഇപ്പം എങ്ങനെയാണ് ഇതിന്റെ ഒരു ഹോൾസെയിൽ റേറ്റ്? ഇതിപ്പോ ഞങ്ങൾ ഹോൾസെയിൽ കൊടുക്കുന്നത് കസ്റ്റമർക്ക് 520 ആണ്. 520. ഇതിൽ MRP നിങ്ങൾ നോക്കാം. നമ്മളോട് ഇതിൽ MRP നോക്കപ്പാന്ന് പറയുന്നുണ്ട്. അപ്പം ഇതിൽ MRP വരുന്നത് 1699 ആണ്. ഇവരിത് റേറ്റ് കൊടുക്കുന്നത് 520 ആണ്. ഇത് എങ്ങനെയാണ്? ഇത് സെറ്റ് വൈസ് എടുക്കേണ്ടി വരുമോ അല്ലെങ്കിൽ സെറ്റ് വൈസ് ഒന്നുമില്ല, മിനിമം ഒരു ഞങ്ങളിപ്പോ 12 പീസ് ജീൻസ്, അതിൽ ഞങ്ങൾ സൈസ് ഉണ്ടാവും, പിന്നെ കളേഴ്സ് എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പം മിനിമം 12 പീസ് എടുത്താൽ മതി ജീൻസ് ആണെങ്കിൽ. അപ്പം അതിൽ ചിലപ്പോൾ സെറ്റ് ഉണ്ടാവും, ചിലപ്പം ഒരു 34-5 ഉണ്ടാവും, അങ്ങനെ കാണും. അപ്പം നമുക്കിത് ഒന്നുകൂടി ലാഭമാട്ടോ ബാംഗ്ലൂരിൽ നിന്ന് മൈസൂരിലേക്ക് എത്തുമ്പോൾ. കാരണം അവിടെ 50-60 പീസ് എടുക്കേണ്ടടുത്ത് ഇവിടേക്ക് ഒരു 12 പീസ് എടുത്താൽ മതി. ഇത് ഷോർട്സ് ആണ് ജീൻസിന്റെ. പിന്നെ ഞങ്ങളിൽ മിനിമം പർച്ചേസ് 10,000 ഉണ്ട്. 10,000 ഉണ്ട്. 10,000 ഉള്ളൂ. ശരിക്കും നമ്മള് ബാംഗ്ലൂരിലേക്ക് എങ്ങനെ കണക്കൂട്ടിയാലും ഒരു 30,000. അതങ്ങനെ മിക്സ് ആയിട്ടല്ല. ഇപ്പൊ മെൻസിന്റെ ആകുമ്പോക്ക്, ഇപ്പൊ മീൻസ് ജെന്റ്സിന്റെ ആകുമ്പോക്ക് 10,000, ലേഡീസിന് 10,000, കിഡ്സിന് 10,000. അല്ല, നാട്ടില് കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു 10,000 എന്ന് പറയുന്നത് ചെറിയൊരു എമൗണ്ട് ആണെന്ന് ഞാൻ കരുതുന്നു. കാരണം ഞാൻ ഇതുവരെ വ്ളോഗ് ചെയ്തതിൽ ഇവർ പറഞ്ഞൊരു റേറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രൈസ് ആണ്. കാരണം 10,000 രൂപയ്ക്ക് ജെന്റ്സിന്റെ സാധനം വാങ്ങണം എന്ന് പറയുമ്പോൾ അത് ചെറിയ പ്രൈസ് അല്ല. ഇതൊക്കെ ഒരു 1699 റുപ്യ റേറ്റ് വരുന്നുണ്ട്. ഈ ഒരു ഞങ്ങൾ ഹോൾസെയിൽ 495. ഇതിൽ MRP നോക്കുന്നു. ഞാൻ വിചാരിച്ച പാന്റിന്റെ സൈസ് ചെറുതായിട്ട് പറയുന്നു വിചാരിച്ചിനി. പക്ഷെ എന്നാലും വലിയ റേറ്റ് വ്യത്യാസമൊന്നുമില്ല. 495 ആണ്. ജീൻസിനാണെങ്കിൽ 520 ആണ്. പിന്നെ അതേപോലെ ബോക്സർ എല്ലാ ബ്രാൻഡ് ബോക്സറാണ്. അതിൽ MRP. അപ്പം ഇത് ബോക്സേഴ്സും ഉണ്ട് ഇവരെ കയ്യില്. 1499 റുപ്യ വരെയുള്ള ബോക്സറാണ്. പൈസക്കാരുള്ള ഒരു ബോക്സറാണ് ഇവരെ കയ്യിലുള്ളത്. 175 രൂപക്കാണ് ഈ ഒരു പീസ് അവർ കൊടുക്കുന്നത്. അപ്പം ഇത് പ്രൈസ് ടാഗോട് കൂടി നിങ്ങൾക്ക് വാങ്ങുന്ന ഒരാൾക്ക് 50% ഓഫ് ഇട്ട് വെക്കുമ്പോ തന്നെ എങ്ങനെ വന്നാലും അതിന്റെ ഒരു ഡബിളിന്റെ ഇരട്ടി ലാഭം തന്നെ കിട്ടും. അപ്പൊ ബോക്സേഴ്സ് ഉണ്ട് ഇവരെ കയ്യില്. ഇതൊരു റോ ഇന്നർ ഹാമർ സ്മിത്ത് എന്ന് പറയുന്ന ബ്രാൻഡാണ്, ലണ്ടൻ ബേസ്ഡ്. ഇതൊക്കെ ഒരു 999 റേറ്റിൽ വരുന്നുണ്ട്. ചിലതൊക്കെ 1499 റേഞ്ചിൽ വരുന്നുണ്ട്. എക്കത്തിന് 175. ഇങ്ങനത്തെ ടീഷർട്സ് ക്യാമൽ ആക്റ്റീവ് എന്ന് പറയുന്ന ഓരോ കമ്പനീസ് ഉണ്ട്. നല്ലൊരു ക്ലോത്ത് ആട്ടോ. അത് ഞങ്ങളെ ബെൻടന്റെ ടീഷർട്ട് എല്ലാം ബെൻടൻ കിട്ടും. 2000 റുപ്പീസിന്റെ ടീഷർട്ട് ആണ്. ഇത് ഞങ്ങൾ 498 കൊടുക്കും. 498 ബെൻടന്റെ. ഇത് 295 അത്രയുള്ളത്. 295 അല്ലേ? അടിപൊളിയല്ലേ? ഇതൊക്കെ ഒരു 495 റേഞ്ചിലാണോ വരുന്നത്? ഇല്ല, ഇതില്ല 295. ഇതും സെറ്റ് വൈസ് ആണോ അല്ലെങ്കിൽ സിംഗിൾ മീൻസ് അങ്ങനെ നമുക്ക് ഓരോരോ അസോർട്ടഡ് ആയിട്ട് എടുക്കാം? സൈസ് ഉണ്ടാവും, കളേഴ്സ് ഉണ്ടാവും. ഇതൊന്നും സെറ്റ് വൈസ് അല്ല, ഇതൊക്കെ അസോർട്ടഡ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കച്ചവടക്കാരന് അവൻക്ക് അറിയാം ഒരു ഏരിയയിൽ എത്രത്തോളം പീസ് ചെലവാകും, ഏത് സൈസാണ് കൂടുതൽ ചെലവാകുന്നത്. അപ്പൊ അങ്ങനെ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവരിൽ മെയിൻ ആയിട്ടുണ്ട്.
പിന്നെ ഇതൊരു ടീഷർട്സ് ഉണ്ട്, ഇത് നോക്കി പോളോന്റെ. ഓക്കെ ഓക്കെ. ഇതൊക്കെ എങ്ങനെ പ്രൈസ് വരുന്നത്? അത് 175. 175 അല്ലേ? സൈസ് ഉണ്ടാവും, കളേഴ്സ് ഒരേ കളേഴ്സ് ഉണ്ടാവും. ഇപ്പൊ നിങ്ങളത്തില്ല അങ്ങനെ. പിന്നെ നിങ്ങൾ പറഞ്ഞ മാതിരി മാറിക്കൊണ്ടേ മാറിക്കൊണ്ടേ. ഇത് നോക്കി, ഇതിലൊരു ഇത് 175 ആണ്. ഓക്കെ. ഇതൊരു ക്രോണി വിവറ്റ് ഒരു ബ്രാൻഡാണ്. ഓക്കെ ഓക്കെ. 175. അപ്പം ഇനിയിപ്പോ ഒരാള് ജെൻസിന്റെ സാധനം വാങ്ങാനാ വന്നെങ്കിൽ ജീൻസ്, ഷോർട്സ്, ടീഷർട്സ്, ഷർട്ട് എല്ലാം ഒരു 10,000 എടുത്താൽ മതി. ഓക്കെ. അപ്പൊ ഒരു പുതുതായിട്ട് കച്ചവടം ചെയ്യുന്ന ഒരാൾക്ക് അത് ശരിക്കും ലാഭമാണ്. അപ്പൊ പുതിയൊരു കച്ചവടം ചെയ്യുന്ന ഒരാൾ ശരിക്കും കുറെ പൈസ ഒന്നും ചെലവാക്കി കച്ചവടം ചെയ്തത് സ്റ്റാർട്ടിംഗിൽ ഒരു 15,000-20,000 രൂപയുടെ ഉള്ളിൽ കച്ചവടം. പിന്നെ ഞങ്ങളുടെ ഇതല്ലാത്ത വേറൊരു പരിപാടിയും കൂടി ഉണ്ട്. നമ്മൾ എങ്ങനെ പറഞ്ഞാല് പുതിയതായിട്ട് ഷോപ്പ് വെക്കുന്ന ആൾക്ക് ഞങ്ങളെ ബ്രാൻഡ് ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡ് വെച്ചിട്ട് ഞങ്ങള് ബ്രാൻഡഡ് ഐറ്റം മാത്രം എല്ലാവർക്കും കൊടുക്കും. ഒരു ഫ്രാഞ്ചൈസി ഈ ഒരു ഫ്രാഞ്ചൈസി ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പം ഫ്രാഞ്ചൈസി എന്ന് പറയുന്ന സമയത്ത് നമ്മളിപ്പം ഞാൻ ഫ്രാഞ്ചൈസിനെ കുറിച്ച് കേട്ടിട്ടുള്ളത് ഒരു ഷോപ്പ് നിങ്ങൾ സ്വന്തമായിട്ട് അതിന് വേണ്ടിയുള്ള എല്ലാ സ്റ്റോക്കും അതിനുള്ള ഒരു എമൗണ്ടുകൾ വാങ്ങും. ഓക്കെ. നമ്മളിപ്പോ ഒരു പുതിയതായിട്ട് ഒരു ഷോപ്പ് തുടങ്ങുന്ന സമയത്ത് സർപ്ലസ് ആയിട്ടുള്ള ഐറ്റംസ് ഇട്ടിട്ടാണ് നിങ്ങൾ ഷോപ്പ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇവർ ആ ഷോപ്പിലേക്കുള്ള എല്ലാ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ഷോപ്പ് റെഡിയാക്കി കൈമ തരും. അപ്പൊ നിങ്ങളുടെ ആ ഒരു ബ്രാൻഡ് നെയിമിലായിരിക്കും ആ ഷോപ്പ്. എന്തായിരുന്നു അതിന്റെ പേര്? ബ്രാൻഡ് ഷോപ്പ്. അപ്പൊ ഒരു ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് ബ്രാൻഡ് ഷോപ്പ് തന്നെയാണ്. അപ്പൊ ബ്രാൻഡഡ് ആയിട്ടുള്ള സർപ്ലസ് ഐറ്റംസ് നിങ്ങൾക്ക് അവർ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ അതിന്റെ എന്താണ് പ്രൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡയറക്റ്റ് വിളിച്ചു ചോദിക്കുക. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇവരെ നമ്പർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ കച്ചവടക്കാർക്ക് നിങ്ങൾ ഡയറക്റ്റ് ആയിക്കോളെ. ബാക്കിയുള്ള കുറച്ച് കാണിച്ചു തരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ നാട്ടിലെവിടെയാണ്? കോടകിലാണ്. മൈസൂർ കുറെ ആയോ? മൈസൂരായി 4-5 വർഷമായി. ഓക്കെ ഓക്കെ. എന്നാലും നമ്മള് മൈസൂർ എത്താൻ കുറച്ച് ലേറ്റ് ആയി തന്നെ പറയാം. കുറെ വെറൈറ്റി ടീഷർട്സ് ഉണ്ട് വരയില് സർപ്ലസിൽ തന്നെ. ഇത് ഷർട്ട്സും ഉണ്ടാവും. ഞങ്ങളെ റോമിൻ എന്ന് പറയുന്ന നമ്മളെ വിരാട് കോഹ്ലിന്റെ ഒരു ബ്രാൻഡാണിത്. 100% കോപ്പി ഒന്നല്ല, OG-ആണ്. 100% തന്നെയാണ്. ഇതിന്റെ മുകളിലുള്ള ഒരു പ്രൈസ് എന്ന് പറയുന്നത് 1799 രൂപയാണ്. 2199. ഓക്കെ ഓക്കെ. അപ്പൊ ഇതൊക്കെ നിങ്ങളൊരു 595. ഓക്കെ. 595 രൂപക്കാണ് ഇവർ കൊടുക്കുന്നത്. ഈ പ്രൈസിലാണ് റേറ്റ് ഇട്ടിരിക്കുന്നത്. ഓക്കെ. നല്ല ഒരു ഭംഗിയുണ്ട്. പിന്നെ ഇവർ പറയുന്നു ഇവരിലുള്ള എല്ലാ ഐറ്റംസും 100% ഒറിജിനലാണ്, സർപ്ലസ് ആണ്, ബ്രാൻഡഡ് ആണ്. അപ്പം എന്തായാലും കുറെ കച്ചവടക്കാരാണല്ലോ നമ്മളെല്ലാവരും കുറെ കാലമായിട്ട് കച്ചവടം ചെയ്യുന്നവരാണല്ലോ. അപ്പൊ എനിക്ക് കണ്ടിട്ട് വലിയൊരു വ്യത്യാസങ്ങളൊന്നും തോന്നുന്നില്ല. ഒരു ഒറിജിനാലിറ്റി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പല രീതിയിൽ കോപ്പികൾ അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവര് നമുക്ക് പറയുന്ന ഒരു വാക്ക് നമ്മൾ എന്തായാലും വിശ്വസിക്കുക. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മളെ കണ്ണിൽ നോക്കുന്ന പോലെ തന്നെ ഇരിക്കും. അപ്പൊ എനിക്ക് കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നും കണ്ടിട്ട് തോന്നുന്നില്ല. ഇനി ബാക്കിയുള്ള കച്ചവടക്കാർ എന്തായാലും വന്നിട്ട് ഇത് ചെക്ക് ചെയ്ത് നോക്കാം. ജെൻസിന്റെ സെക്ഷൻ കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് കിഡ്സിന്റെ സെക്ഷൻ ആണ്. അപ്പൊ കിഡ്സിന്റെ കുറച്ച് ഡ്രസ് നോക്കാം. കിഡ്സിന്റെ എന്ന് പറയുമ്പോൾ എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയാണ്? കിഡ്സിന്റെ ഞങ്ങൾക്ക് ന്യൂ ബോണിന്ന് ഒരു ഞങ്ങൾക്ക് ഇപ്പൊ കളക്ഷൻ ഞങ്ങൾ അധികം കളക്ഷൻ കൊടുക്കുന്നത് ന്യൂ ബോൺസ് 10 ഇയേഴ്സോളം. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് കുറച്ച് കിഡ്സിന്റെ കളക്ഷൻസ് നോക്കാം. ഒന്ന് നമുക്ക് കാണിച്ചു തരാം. ഫ്രോക്കും തോന്നുന്നു. ഓക്കെ. എല്ലാ ബ്രാൻഡഡ് സർപ്ലസ് ഐറ്റം വന്നിട്ട് ഞങ്ങളടുത്ത് റെഡ് ടാഗ്, പ്ലേസ്, മാക്സിന്റെ അങ്ങനെ എല്ലാ ബ്രാൻഡ് ഞങ്ങളടുത്ത് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ. ഇതും എങ്ങനെ നമുക്ക് എത്ര മിനിമം എടുക്കേണ്ടി വരും ക്വാണ്ടിറ്റി? ഇത് സെറ്റ് വൈസ് തന്നെ കിട്ടും. നിങ്ങൾക്ക് സൈസ് ഉണ്ടാവും, സൈസ് സെറ്റ് എല്ലാം ഉണ്ട്, കളേഴ്സ് ഉണ്ടാവും. അപ്പൊ ഇത് സെറ്റ് വൈസ് തന്നെ എടുക്കേണ്ടി വരും, അല്ല അസോർട്ടഡ് ആയിട്ട് എടുക്കേണ്ടി വരും? അസോർട്ടഡ് ആയിട്ട് ഉണ്ടാവും, സെറ്റ് വൈസ് രണ്ടും ഉണ്ടാവും. ഓക്കെ ഓക്കെ. അപ്പൊ കിഡ്സിന്റെ ബിസിനസ് ചെയ്യുന്ന ഒരു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു ന്യൂ ബോൺ മുതൽ അല്ലെങ്കിൽ 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെയൊക്കെ ചിലപ്പോൾ ഒരു സെറ്റ് വൈസ് വേണ്ടി വരും. കാരണം കുട്ടിക്ക് 3 വയസ്സുള്ള കുട്ടിക്ക് പറ്റിയില്ലെങ്കിൽ അത് 4 വയസ്സുള്ള അങ്ങനെ നോക്കേണ്ടി വരും. ഒരു ഭയങ്കര ഫാസ്റ്റ് ആട്ടോ. കാരണം ഇവര് ആ കസ്റ്റമേഴ്സിന് കാണിച്ചു കൊടുക്കുന്ന മാതിരി തന്നെ നമുക്ക് കാണിച്ചിട്ടില്ല. പ്രീ മാർക്കിന്റെ അല്ലേ? എങ്ങനെയാണ് പ്രൈസ് വരുന്നത് കിഡ്സിന്റെ ഡ്രസ്സിന്റെ? പ്രൈസ് ഇപ്പൊ ഞങ്ങൾക്ക് 65 225 250 വരെ. 65 80 90 100 ഒരു പ്രൈസ് വരാം. ഇത് നിങ്ങൾക്ക് ഇപ്പൊ കസ്റ്റമർ കൊടുക്കുന്നുണ്ടെങ്കിൽ 175 വരും. 175. ഓക്കെ. ഇതൊക്കെ ഒരു 175. ഇതിന്റെ ടാഗ് ഉണ്ടോ? ടാഗ് ചിലതിലുണ്ടാവും, ചിലതിലുണ്ടാവില്ല. കിഡ്സിന്റെ ടാഗ് വരുന്നത് കുറവാണല്ലേ? ഓക്കെ. ഇതൊക്കെ ഒരു 175 റേഞ്ചിലുള്ള ബേബി എഗിന്റെ ഇത് ഭംഗിയുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ റോംബേഴ്സ് എല്ലാ സൈസ് വൈസ് ആയിട്ടുണ്ടാവും.
ഡിസ്നിന്റെ ഇതൊരു സെറ്റ് വൈസ്. ഇവര് സെറ്റ് വൈസ് പറയണ എങ്ങനെ കേട്ടോ. ഡിസ്നിന്റെ ആണ്. ഇതെല്ലാം ചെറിയ വിഷയമല്ലോ. ഇതെല്ലാം നിങ്ങൾക്ക് 120, 130 അങ്ങനെ. ഇതൊരു 120, 130 വരുന്നതാണ്. ഇതിന്റെ ഒരു MRP വരുന്നത് 800 ആണ്. ഇതെല്ലാം റോംബർസ്. ഇപ്പൊ നിങ്ങളിൽ ഇപ്പൊ ഒരു കസ്റ്റമർക്ക് കൂടുതൽ പേര് നേരെ ബാംഗ്ലൂരിലേക്കാണ് വരിക, കച്ചവടക്കാര് സാധനം എടുക്കാൻ, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഒരു കോൾ ചെയ്തിട്ട് ഹോം ഡെലിവറി ചെയ്യണം. അപ്പൊ നിങ്ങളിൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറയുന്നത്. ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് സാർ. പിന്നെ അതിനൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ കസ്റ്റമർ വീഡിയോ കോൾ ചെയ്താല് വാട്സാപ്പില് എല്ലാം കാണിച്ചു കൊടുക്കും, അവിടുന്ന് ഓർഡർ ചെയ്യും, അവിടുന്ന് പാക്ക് ചെയ്ത് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ ഓക്കെ. ഇവരിൽ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് അവരിങ്ങനെ ഓൺലൈനായിട്ട് ഇങ്ങനെ കാണിച്ചു കാണിച്ചത് പറയും, സൈസ് എങ്ങനെ റേറ്റ് എല്ലാം പറഞ്ഞു കൊടുക്കും. ഓക്കെ ഓക്കെ. ഇനിയിപ്പോ ഇൻ കേസ് എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ട് സാധനത്തിനുള്ള, അത് റിട്ടേൺ എടുക്കും 100% സാർ. അപ്പൊ ഇവര് 100% ഇപ്പൊ എന്തെങ്കിലും ഒരു സംഭവം പ്രശ്നം ഉണ്ടെങ്കിൽ അത് റിട്ടേൺ എടുക്കുകയും ചെയ്യും. ഇനിയിപ്പോ ഒരാൾക്ക് ഫ്രാഞ്ചൈസി നിങ്ങൾ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങളിൽ ഇപ്പൊ ഓൾറെഡി ജെന്റ്സ് കാണിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോ കിഡ്സ് ആണ് കാണിച്ചു. അപ്പം അയാൾക്ക് അതിന്റെ ഉള്ളിൽ ജെന്റ്സ്, കിഡ്സ്, ലേഡീസ് എല്ലാം വെക്കാനുള്ള എല്ലാം കൊടുക്കാം. അവർക്ക് എങ്ങനെ വേണം അങ്ങനെ ചെയ്ത് കൊടുക്കാം. കിഡ്സിനാണെങ്കിൽ കിഡ്സിന് മാത്രം കൊടുക്കാം, ജെന്റ്സിന് കൊടുക്കാം, ലേഡീസിന് എല്ലായിട്ടും ഒന്നിച്ച് അങ്ങനെ കൊടുക്കാം. എന്തായാലും നിങ്ങൾ ആ ബ്രാൻഡ് ഷോപ്പ് എന്നുള്ള ആ പേരിലായിരിക്കും. മാക്സിന്റെ മാക്സിന്റെ ഒക്കെ ഉണ്ട്. എന്തായാലും ഇവരിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പിന്നെ കൂടുതലും ഈ സർപ്ലസ് കച്ചവടം ചെയ്യുന്ന ആൾക്കാരിൽ നമുക്ക് വരുന്ന ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ചില സമയത്ത് സ്റ്റോക്ക് ഉണ്ടാവില്ല, അധികം സ്റ്റോക്ക് ഉണ്ടാവും. അങ്ങനത്തെ ഒരു ഇഷ്യൂ നിങ്ങളിൽ ഉണ്ടാവാറുണ്ടോ? അത് പറഞ്ഞ സാർ, ഇപ്പൊ ഇന്ന് ഈ സ്റ്റോക്ക് എപ്പോ ചിലപ്പോൾ നാളെ കഴിയും. പിന്നെ പക്ഷെ അപ്പോഴും സ്റ്റോക്ക് നിങ്ങളിൽ ഉണ്ടാവും, ആൾറെഡി എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. ബട്ട് എന്താ പറയാ, ഇത് ഏത് ബ്രാൻഡാ പറയാൻ പറ്റില്ല. ബ്രാൻഡ് ഇന്ന് വന്ന ബ്രാൻഡ് നാളെ വരും, ഐറ്റം മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അതന്നെയാണ് എല്ലാ സർപ്ലസ് കച്ചവടക്കാർക്കുള്ള ഒരു പ്രശ്നമാണ്. പക്ഷെ എന്നാലും ഇവരുടെ അടുത്ത് ഒരു സ്റ്റോക്ക് ഉണ്ടാവുന്ന പറയുന്നത്. കാരണം നമുക്ക് മുമ്പൊക്കെ ഉള്ള ചില കച്ചവടക്കാർ വിളിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയും, ആ ആളെ വിളിച്ചപ്പോൾ അവരെ സ്റ്റോക്ക് ഇല്ല എന്ന് പറഞ്ഞു, വേറെ ആരെങ്കിലും ഉണ്ടോ, സ്റ്റോക്കുള്ള ആൾക്കാരുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെയും നമ്മളെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ വിളിച്ചു ചോദിക്കും. അപ്പൊ നമ്മൾക്ക് കുറെ കഷ്ടപ്പാടാണ് ഉണ്ടാവുക. ജെക്കിൻസ് കൊടുത്തത്. പിന്നെ കുട്ടികളെ ജീൻസ് കിട്ടും സെറ്റ് വൈസ് ആയിട്ട് തന്നെ. ഇപ്പൊ ജീൻസ് ആൾറെഡി നിങ്ങളടുത്ത് കഴിഞ്ഞിട്ടില്ല, ജീൻസ് വരും. അപ്പൊ ജീൻസ് തീർന്ന സമയത്താണ് നമ്മളിവിടെ എത്തുന്നത്. അപ്പൊ ഇവരില് ഈ കിഡ്സിന്റെ ജീൻസും ഉണ്ടാവും, പിന്നെ ഇങ്ങനത്തെ. ഓക്കെ. അപ്പൊ ഒരു ജനിച്ച ന്യൂ ബോൺ ബേബി മുതൽ ഒരു 8 വയസ്സ് അല്ലെങ്കിൽ 10 വയസ്സുള്ള കുട്ടികൾക്കാണ് ഇവരില് ഇങ്ങനത്തെ പാൻസ് ഉള്ളത്. ഓക്കെ. ഓ, അടിപൊളിയാണല്ലോ. എന്തായാലും ഇവർ 2 ആൾക്കാരുള്ളതുകൊണ്ട് ഇന്റെ പണി പെട്ടെന്ന് കഴിഞ്ഞു. രണ്ടാള് 2 സൈഡ് നിർത്തിട്ട് നമുക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരുന്നുണ്ട്. കാണിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ കുറെ ഉണ്ട്. കിഡ്സിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ്. നമ്മളിപ്പോ ഇവിടെ വെച്ചേ കാണുന്ന വിചാരിക്കും സ്റ്റോക്ക് കുറവാണ്, പക്ഷെ എടുത്തു തുടങ്ങി കഴിഞ്ഞാലാണ് ഇതിന്റെ സ്റ്റോക്ക് എത്ര ഉണ്ടെന്ന് മനസ്സിലാവുക. അപ്പൊ നമ്മള് കിഡ്സ് കാണിച്ചു കഴിഞ്ഞു, ജെന്റ്സ് കാണിച്ചു കഴിഞ്ഞു, അതിന്റെ ഒരു പ്രൈസ് ഒക്കെ നമുക്ക് മനസ്സിലായി. ഇനിയിപ്പം ഇവരില് ഒരു വീട്ടിലേക്ക് ഡെലിവറി ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വീഡിയോ കോൾ ത്രൂ ഒക്കെ കാണിച്ചു കഴിഞ്ഞിട്ട്. അപ്പം ഇങ്ങനത്തെ 2 ഓപ്ഷൻ കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്ത ലേഡീസിലേക്ക് നോക്കാം. ലേഡീസിന്റെ ഐറ്റംസ് എന്തൊക്കെ ഉണ്ട് മെയിനായിട്ട്? ഞങ്ങളടുത്ത് കുർത്താസ്, പ്ലാസോ സെറ്റ്, പിന്നെ സ്കേർട്ട്, പിന്നെ പ്ലാസോ പാൻസ്, ദുപ്പട്ട, ചൂടിദാർ പാന്റ്, ടൈറ്റ്സ്, അങ്ങനെ ലേഡീസിന്റെ എന്തെല്ലാം ഐറ്റം ഉണ്ട് എല്ലാം കിട്ടും നമ്മുടെ അടുത്ത്. ഒക്കെ സർപ്ലസ് ആണോ? എല്ലാ സർപ്ലസ് ബ്രാൻഡഡ് ഐറ്റം ആണ്. എന്തായാലും നമുക്ക് ആ ഐറ്റംസ് കൂടി നോക്കാം. ഇതൊക്കെ ടോപ്സ് ആണല്ലേ? ബ്രാൻഡ് അങ്ങനെ സിംഗിൾ ആയിട്ട് വേറെ ആ ഒരു മോഡലുള്ളതാണ്. അല്ല, ഇതൊക്കെ എങ്ങനെ പ്രൈസ് വരുന്നത്? ഇത് ഞങ്ങള് ഹോൾസെയിൽ ആണെങ്കിൽ കസ്റ്റമർക്ക് 290. ഓക്കെ, 290. ഒരു 290. ഓക്കെ. മെറ്റീരിയൽ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവല്ലോ. അപ്പൊ ഇത് എങ്ങനെ സെറ്റ് വൈസ് എടുക്കണോ അല്ലെങ്കിൽ അസോർട്ടഡ് ആണോ? ഇതെല്ലാം അസോർട്ടഡ് ആണ്. അസോർട്ടഡ് ആണല്ലേ? കളേഴ്സ് സൈസ് എല്ലാം കിട്ടും. ഓക്കെ. ഇതും നമ്മളിപ്പോ ജെന്റ്സിന്റെയും കിഡ്സിന്റെയും പറഞ്ഞ പോലെ തന്നെ 10,000 പർച്ചേസ് മതി. 10,000. ഓക്കെ. ഒരു ലേഡീസിന്റെ ഒരു ബിസിനസ് തുടങ്ങുന്ന ഒരാൾക്കും നല്ലൊരു ഉപകാരം തന്നെയാണ്. 10,000 പർച്ചേസ് ചെയ്താൽ മതി. ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഇപ്പൊ എവിടുന്നാണ്? കസ്റ്റമർ ഞങ്ങൾ കർണാടകയിലാണ് ഇപ്പൊ ഏറ്റവും അധികം ഉള്ളത്. ഓക്കെ. പിന്നെ കേരളത്തിന്റെ മറ്റൊന്നൊരു കൊറോണന്റെ ഈ പ്രശ്നം വന്നല്ല, അതിന്റെ പ്രശ്നമായിട്ട് കുറച്ചൊരു അതെല്ലാവർക്കും ഒരു പ്രശ്നം പറ്റിയ ഒരു സംഭവമാണ്. കച്ചവടക്കാർക്കും വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും
എല്ലാവർക്കും കൊറോണ സമയത്ത് ശരിക്കും അത് ബാധിച്ചിട്ടുണ്ട്. അപ്പം ഇവരെ കച്ചവടത്തിലും ഇവർ പറയുന്നത് കേരളത്തിലേക്കുള്ള ഒരു ബിസിനസിന്റെ ഒരു ഫ്ലോ കൊറോണ സമയത്ത് കുറഞ്ഞിട്ടുണ്ട്. സ്കേർട്ട് ഒക്കെ ഉണ്ട്, എല്ലാ ബ്രാൻഡ് ഐറ്റം വന്നിട്ട് എല്ലാ സർപ്ലസ് ഐറ്റം. ഇതിന്റെ മുകളിൽ ഒരു 2000 ഒക്കെ പ്രൈസ് കാണുന്നുണ്ട് ഈ സ്കേർട്ടിന്. അപ്പം ഇതിപ്പം ഹോൾസെയിലിൽ എങ്ങനെ പ്രൈസ് വരുന്നത് സ്കേർട്ടിന്? സ്കേർട്ടിന് നിങ്ങൾക്ക് 300, 295 അങ്ങനെ വരും. അത് റേഞ്ചിൽ ആ ഒരു കാറ്റഗറി. ഇതൊക്കെ ബാംഗ്ലൂർ സ്റ്റൈൽ തന്നെ. പറയാനുള്ള ബാംഗ്ലൂരിനായിട്ട് പ്രൈസിനായിട്ട് കുറവ് ഞങ്ങൾ കൊടുക്കൂല കസ്റ്റമേഴ്സ്. അതെ. ഒരു സോങ് വരാൻ തോന്നുന്നു, കാരണം പാവാട പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് പറഞ്ഞ. ഇനിയിപ്പോ ലെഗിൻസാ? ഓക്കെ. ലെഗിൻസ് ഒക്കെ ബ്രാൻഡഡ് തന്നെയാണല്ലോ? ഡബ്ല്യൂന്റെ ബ്രാൻഡിലുള്ളതാണ് ലെഗിൻസ് ഒക്കെ വരുന്നത്. 799 റേറ്റിലാണ് വരുന്നത്. ഇതെങ്ങനെ പ്രൈസ് വരുന്നത് ലെഗിൻസിനൊക്കെ? ലെഗിൻസിന് 390 ഉണ്ട്, 290 ഉണ്ട്. അത് മാറി മാറി പ്രൈസ് ഉണ്ട്. ഓക്കെ. ആ ഓരോ ബ്രാൻഡിനനുസരിച്ച് മാറും. ഓക്കെ. ഇത് പ്ലാസോ പാന്റ് ആണ്. 4-5 വെറൈറ്റി പ്ലാസോ പാന്റ് ഉണ്ട്. പ്രിന്റഡ് ഉണ്ട്, പ്ലെയിൻ ഉണ്ട്. കളറിലോ ദുപ്പട്ടല്ലേ? ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? അതും അങ്ങനെ 150 ഒരു 350 ഉണ്ടാവും. ഓക്കെ ഓക്കെ. എല്ലാ ബ്രാൻഡ്. ഇതെങ്ങനെ സെറ്റ് വൈസ് ആണോ, അസോർട്ടഡ് തന്നെയാണോ? ഇല്ല, അതിന് സെറ്റ് വൈസ്. സെറ്റ് വൈസ് എത്ര പീസ് ഉണ്ടാവും? 6 ഉണ്ട്. 6 അപ്പൊ ഇത് ദുപ്പട്ട ഉണ്ട് വരടുത്ത്. ഇതും ചിലത് സെറ്റ് വൈസ് ആണ്, ചിലത് അസോർട്ടഡ് ഉണ്ട്. ഒരു 150 എത്ര? 190 ഇല്ല, 150 ഒരു 300 അത്ര. ഓക്കെ. കിളിങ്ങളെ സൗണ്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഇവരത് സർപ്ലസ് സ്റ്റോർ ആണ്. അതില് ജെന്റ്സ് ഉണ്ട്, കിഡ്സ് ഉണ്ട്, ലേഡീസ് ഉണ്ട്. ഓരോ സമയത്തും ഓരോ ഐറ്റംസ് വരും, അല്ലെങ്കിൽ ഇങ്ങനെ ബൾക്കായിട്ട് കുറെ ഐറ്റംസ് ഉണ്ടാവും. ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ തീരും. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ ഒരു സർപ്ലസ് ബിസിനസ് പറയുന്നത്. അപ്പൊ നമുക്ക് അവരിൽ ഇപ്പോൾ ഉള്ള സ്റ്റോക്ക് ഒക്കെ അവർ നമുക്ക് കാണിച്ചു തന്നു കഴിഞ്ഞു. അതിൽ ജെന്റ്സ് കാണിച്ചു, ലേഡീസ് കാണിച്ചു, കിഡ്സ് കാണിച്ചു. അപ്പം അതിൽ അവർ പറഞ്ഞൊരു കാര്യം, ഇനിയിപ്പോൾ ജെന്റ്സിന്റെ മാത്രം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 10,000 റുപ്പീസിന് മാത്രം പർച്ചേസ് ചെയ്താൽ മതി. ഇനി അതേപോലെ തന്നെ കിഡ്സ് ആണെങ്കിലും ലേഡീസ് ആണെങ്കിലും 10,000 റുപ്പീസ് നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി. നിങ്ങൾക്കും വലിയൊരു നഷ്ടമില്ല. നിങ്ങൾ ആ കച്ചവടം ചെയ്ത് അതിൽ ലാഭം കിട്ടി നെക്സ്റ്റ് പർച്ചേസിങ്ങിന് വരണം എന്ന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ബിസിനസ് കച്ചവടക്കാരാണ് ഇവരെ ഷോറൂം, അല്ലെങ്കിൽ ഇവരെ ഈ ഗോഡൌൺ വരുന്നത്. ഇതിപ്പം ഒരു ചെറിയ ഗോഡൌൺ ആണ്, ഇനി ഒരു ഗോഡൌൺ കൂടി ഉണ്ടെന്നും പറഞ്ഞു. അപ്പൊ ഇവരിങ്ങനെ ഒരു 3 സെറ്റായിട്ട് 3 ഭാഗത്തായിട്ട് ലേഡീസും ജെന്റ്സും കിഡ്സിന്റെയും വെച്ചിട്ടുള്ള ഒരു ഗോഡൌൺ ആണിത്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇവരെ ലൊക്കേഷൻ ആഡ് ചെയ്യുന്നുണ്ട്. ലൊക്കേഷൻ കറക്റ്റ് എനിക്ക് കിട്ടി. ഞാനിവിടെ കറക്റ്റ് ആയിട്ട് ഇതിന്റെ മുമ്പിൽ തന്നെ എത്തി. യാതൊരു കൺഫ്യൂഷനോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. മൈസൂർ ടൗണിന്റെ ഉള്ളിൽ തന്നെയാണ്. ബസ് സ്റ്റാൻഡ് നാഗൂർ 4 കിലോമീറ്റർ. ഓക്കെ. ബസ് സ്റ്റാൻഡ് നാഗൂർ 4 കിലോമീറ്റേഴ്സ് ഉള്ളു. അപ്പൊ നിങ്ങൾ ഇനിയിപ്പോ ബസ്സിന് വരുന്ന ഒരു കച്ചവടക്കാരനാണെങ്കിൽ ബസ്സിന് വന്ന് ഇറങ്ങിയിട്ട് നേരെ ഒരു 4 കിലോമീറ്റേഴ്സ് ഒരു ഓട്ടോ വിളിച്ചാൽ മതി. വേറെ എന്തെങ്കിലും രീതിയിൽ കാറിലാണ് വരുന്നെങ്കിൽ ഒന്നും കൂടി ഈസി ആയിട്ട് ഇവരെ ലൊക്കേഷനിൽ കറക്റ്റ് എത്താൻ പറ്റും. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലൊക്കേഷൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവരായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിൽ കച്ചവടം ഒന്നുകൂടി മാറി മാറി വരികയാണ്. നമുക്ക് പുതിയ കച്ചവടക്കാരൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി കിട്ടുകയാണ്. അപ്പോൾ എന്തായാലും ഇവരെടുത്ത് എത്തുന്ന ആൾക്കാർക്കുള്ള ഒരു ഉപകാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജെന്റ്സ്, കിഡ്സ്, ലേഡീസ് എല്ലാം ഒരേപോലെ പർച്ചേസ് ചെയ്യാം. സർപ്ലസ് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഇവരൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പോ ഒരു പുതിയൊരാൾക്ക് കച്ചവടം ചെയ്യുന്ന സമയത്ത്, ഒരു ഷോപ്പ് ഇടുന്ന സമയത്ത് ഒന്ന് സെറ്റ് ചെയ്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടമാണ്. അതിനൊരു പേരിട്ട് അത് സെറ്റ് ചെയ്തിട്ട് ഇവർ ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞ ഒരു സംഭവം കൂടി കൊടുക്കുന്നുണ്ട്. ബ്രാൻഡ് ഷോപ്പിനുള്ള രീതിയിലാണ് ഇവർ ഫ്രാഞ്ചൈസി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇവർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബ്രാൻഡാണ് ബ്രാൻഡ് ഷോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇവരായിട്ട് ഫ്രാഞ്ചൈസി സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അവർ ആ ഷോപ്പിന്റെ ഉള്ളിൽ എന്തൊക്കെ ഐറ്റംസ് വേണോ അതൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങളെ കൈമത്തരും. അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവരായിട്ട് ഡയറക്റ്റ് സംസാരിച്ചോളി. കാരണം എന്തായാലും അതൊരു കച്ചവടമല്ലേ. അപ്പോൾ നിങ്ങൾ എന്തായാലും കച്ചവടക്കാരെന്തായാലും നിങ്ങൾ ഇവരായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെടുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സാധനങ്ങൾ കൊറിയർ അയച്ചിരുന്നുണ്ടെങ്കിൽ വീഡിയോ കോൾ ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൊറിയർ അയച്ചു തരും. സോ ഇതെല്ലാവർക്കും നല്ലൊരു ഇൻഫർമേഷൻ തന്നെ ആവട്ടെ. താങ്ക് യു.